പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രാവശ്യം കൂടെ USA ചാപ്റ്ററിന്റെ 4-ാം യാമത്തിൽ ദൈവവചനവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ കഴിയുന്നതിൽ വളരെ സന്തോഷിക്കുന്നു. ഇന്ന് ഈ സൂം പ്ലാറ്റ്ഫോമിലൂടെ കർത്താവിന്റെ വചനം ശ്രവിക്കുന്ന എല്ലാ ദൈവവചന ശ്രോതാക്കൾക്കും ഈ മീറ്റിങ്ങിന് നേതൃത്വം കൊടുക്കുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ഷിബു വർഗീസ് അവറുകൾ, യോഗത്തിന്റെ ഇന്നത്തെ അധ്യക്ഷനായിരിക്കുന്ന കർത്താവിന്റെ ദാസൻ കുടുംബം, എല്ലാവർക്കുമുള്ള ക്രിസ്തീയ വന്ദനങ്ങൾ അറിയിക്കുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും ധാരാളം സഹായിക്കട്ടെ. നാം 2024 അവസാന മണിക്കൂറുകളിൽ വന്നു നിൽക്കുമ്പോൾ എല്ലാ ആളുകളും വാച്ച് നൈറ്റ് സർവീസുകളിൽ ഒരു വർഷം നടത്തിയ കർത്താവിന് നന്ദി പറയുന്ന ഒരു ദിവസം കൂടെയാണ്. ലോകത്തിന്റെ എല്ലാ വൻകരകളിലും ഒട്ടുമിക്കവാറും വിശുദ്ധന്മാർ സഭയായി കൂടി വരാം. എന്നാൽ എൻ്റെ ഒരു ചിന്തയിൽ മരണത്തോടടുത്ത യാക്കോബ് യോസഫിന്റെ മക്കളായ എഫ്രൈമിനെയും മനശ്ശെയും കണ്ട് അവരെ അനുഗ്രഹിക്കുന്ന വേളയിൽ പറഞ്ഞ ഒരു പദം എൻ്റെ ഓർമ്മയിൽ വരുന്നു. അത് യാക്കോബ് പറഞ്ഞത് കഴിഞ്ഞ ഒരു വർഷമെന്നല്ല പറഞ്ഞത്, ഞാൻ ജനിച്ച നാൾ മുതൽ എന്നെ പോറ്റി പുലർത്തിയ ദൈവം എന്നാണ് പറഞ്ഞത്. നമുക്ക് ദൈവത്തോടുള്ള നന്ദി പ്രകടനം ഡിസംബർ 31 കൊണ്ട് ഒതുങ്ങുന്നതല്ല. അത് കഴിഞ്ഞ വർഷത്തെ ഒരു 12 മാസത്തെ നടത്തിപ്പിന്റെ നന്ദി പ്രകടനവുമല്ല. ഒരായുഷ്കാലം മുഴുവൻ നാം അവനെ സേവിച്ചാൽ പോലും തീരാത്ത നന്ദി പുറകോട്ട് നാം പരിശോധിച്ചു നോക്കിയാൽ പറയാനുണ്ട്. അതുകൊണ്ടാണ് യാക്കോബ് പറഞ്ഞത്, ഞാൻ ജനിച്ച നാൾ മുതൽ എന്നെ പോറ്റി, എന്നെ പുലർത്തി. സ്തോത്രം. അങ്ങനെയെങ്കിൽ നമുക്ക് കേവലം ഒരു ആചാരം പോലെ 12 മാസങ്ങളല്ല, ജനിച്ച നാൾ മുതൽ ഇന്ന് വരെയും നമ്മെ പോറ്റി പുലർത്തിയ ദൈവത്തിന് എല്ലാ മഹത്വവും, എല്ലാ പുകഴ്ചയും, എല്ലാ ബഹുമാനവും കരേറ്റാം. കർത്താവ് അതിനായി നമ്മെ സഹായിക്കട്ടെ. കർത്താവിന്റെ ദാസൻ എന്നോട് പുതുവർഷത്തിലേക്കുള്ളൊരു സന്ദേശം പറയണമെന്ന് ഓർമ്മപ്പെടുത്തുകയുണ്ടായി. ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും കൂടുതൽ താല്പര്യപ്പെടുന്ന ഒരാളല്ല. എങ്കിൽ പോലും സ്തോത്രം, കർത്താവിന്റെ ദാസന്റെ വാക്കിനെ മാനിച്ച് ഒരു ചിന്തയിലേക്ക് പ്രവേശിപ്പാൻ കർത്താവിൽ ശരണപ്പെടുന്നു. യോവേൽ പ്രവചനം 2-ാം അധ്യായം. യോവേൽ പ്രവചനം 2-ാം അധ്യായം 25 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. സ്തോത്രം. യോവേൽ പ്രവചനം 2-ാം അധ്യായം 25 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ നിങ്ങളുടെ ഇടയിൽ അയച്ചിരിക്കുന്ന എൻ്റെ മഹാസൈന്യമായ വെട്ടുക്കിളിയും വിട്ടിലും തുള്ളനും പച്ചപ്പഴവും തിന്നുകളഞ്ഞ സംവത്സരങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് പകരം നൽകും. നിങ്ങൾ വേണ്ടുവോളം തിന്ന് തൃപ്തരായി നിങ്ങളോട് അത്ഭുതമായി പ്രവർത്തിച്ചിരിക്കുന്ന നിങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ സ്തുതിക്കും. എൻ്റെ ജനം ഒരു നാളും ലജ്ജിച്ച് പോകയില്ല. ഞാൻ ഇസ്രായേലിന്റെ നടുവിലുണ്ട്. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവ, മറ്റൊരുത്തനുമില്ല എന്ന് നിങ്ങൾ അറിയും. എൻ്റെ ജനം ഒരു നാളും ലജ്ജിച്ച് പോകുകയുമില്ല. സ്തോത്രം.
പഴയ നിയമത്തിലെ പ്രവാചക നിരകളിൽ ചെറിയ പ്രവാചകന്മാരിൽ രണ്ടാമത്തെ പ്രവാചകനാണ് യോവേൽ പ്രവാചകൻ. സാധാരണയായി പ്രവാചകന്മാരെ 3 രീതികളിൽ തിരിച്ചാണ് പഠിക്കുന്നത്. ഒന്ന്, ബാബേൽ പ്രവാസത്തിന് മുൻപുള്ള പ്രവാചകന്മാർ. 2, ബാബേൽ പ്രവാസ കാലത്തുള്ള പ്രവാചകന്മാർ. 3, ബാബേൽ പ്രവാസത്തിന് അനന്തരം ശുശ്രൂഷിച്ച ശേഷമുള്ള പ്രവാചകന്മാർ. അതിൽ ബാബേൽ പ്രവാസത്തിന് മുമ്പ് പ്രവചിച്ച പ്രവാചകനാണ് യോവേൽ പ്രവാചകൻ. സ്തോത്രം. എനിക്ക് തോന്നുന്നു യോവേൽ എന്ന വാക്കിന്റെ അർത്ഥം യഹോവ ദൈവം എന്നാണ്. യഹോവ ദൈവം എന്നാണ്. ഇദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് പറഞ്ഞുകൊണ്ടാണ് 3 അധ്യായമുള്ള യോവേൽ പ്രവചനം ആരംഭിക്കുന്നത്. സ്തോത്രം. പെതുവേലിന്റെ മകനായ യോവേലിനുണ്ടായ യഹോവയുടെ അരുളപ്പാട്. അപ്പോൾ ഇത് ഒരു പ്രസംഗമല്ല, ഇത് കേവലം ഒരു പ്രവചനമല്ല, ഇത് യഹോവയുടെ അരുളപ്പാടാണ്. സ്തോത്രം. ഇന്ന് ഈ വചനം നിങ്ങൾ എൻ്റെ അധരങ്ങളിലൂടെ കേൾക്കുമ്പോൾ ഇതിനെ കേവലം ഒരു പ്രസംഗമായി കരുതരുത്, ഇതിനെ യഹോവയുടെ അരുളപ്പാടായി കരുതണം. സ്തോത്രം. 2024 ക്രോസ് ചെയ്ത് 25ലേക്ക് പ്രവേശിക്കുന്ന നിങ്ങളോട് ദൈവാത്മാവിന് പറയാനുള്ള അരുളപ്പാടാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. ഇവിടെ മനസ്സിലാക്കേണ്ട ചില പ്രധാനപ്പെട്ട വിഷയങ്ങൾ. സ്തോത്രം. ഈ യോവേൽ പ്രവാചകൻ 3-4 ഗ്രൂപ്പുകളെ വിളിച്ചിട്ട് അവരോട് രട്ടുടുക്കുവാനും ഉപവസിക്കുവാനും വിലപിക്കുവാനും ആഹ്വാനം ചെയ്യുകയാണ്. സ്തോത്രം. അങ്ങനെ ആഹ്വാനം ചെയ്യാനുള്ള കാരണം വലിയ ഒരു ന്യായവിധി ഈ ജനത്തിന്റെ പിന്മാറ്റവും പാപവും നിമിത്തം ദൈവത്തിൽ നിന്ന് വന്നിരിക്കുകയാണ്. ആ ന്യായവിധി മാറി ഒരനുഗ്രഹം വെളിപ്പെട്ടു വരാൻ 3-4 കൂട്ടം ദേശത്തെ പ്രതിനിധീകരിക്കുന്ന കാറ്റഗറിയിലുള്ള ആളുകളെ വിളിച്ച് അവരോട് നിങ്ങൾ ഉപവസിക്കുകയും നിങ്ങൾ വിലപിക്കുകയും നിങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്താൽ മാത്രമേ ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ഈ ന്യായവിധി, ഈ പ്രതിസന്ധി, ഈ ദുരന്തം മാറി നിങ്ങൾക്കൊരു അനുഗ്രഹം ഉണ്ടാകുകയുള്ളൂ എന്നുള്ള അരുളപ്പാടാണ് പ്രവാചകൻ പറഞ്ഞു തുടങ്ങുന്നത്. സ്തോത്രം. ഇതാരോടൊക്കെയാണ് പ്രവാചകൻ പറയുന്നത്? നമുക്കതിന്റെ 2-ാം വാക്യം തുടങ്ങുന്നത് തന്നെ മൂപ്പന്മാരെ എന്ന് വിളിച്ചുകൊണ്ടാണ്. സ്തോത്രം. അപ്പോൾ ഒന്നാമത് താൻ ആഹ്വാനം ചെയ്യുന്നത് മൂപ്പന്മാരോടാണ്. എന്താണ് മൂപ്പന്മാരോട് പറയുന്നത്? 2-3 വാക്യങ്ങളിൽ മൂപ്പന്മാരോട് അദ്ദേഹം ചോദിക്കുന്നു, നിങ്ങളുടെ കാലത്തോ നിങ്ങളുടെ പിതാക്കന്മാരുടെ കാലത്തോ ഇങ്ങനെ വല്ലതും സംഭവിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ തങ്ങളുടെ കാലത്തും തങ്ങളുടെ പിതാക്കന്മാരുടെ കാലത്തും സംഭവിക്കാത്ത ഒരു ന്യായവിധി ദൈവത്തിൽ നിന്ന് വന്നിരിക്കുകയാണ്. അതിനുള്ള പരിഹാരം വിലാപവും കരച്ചിലും ഉപവാസവും മാത്രമാണ്. സ്തോത്രം. ഇനി 2-ാമത്തെ കാറ്റഗറി 5-ാം വാക്യത്തിൽ പറയുന്നു, മദ്യപന്മാരെ ഉണർന്ന് കരയുവീൻ എന്നാണ് പറയുന്നത്. 2-ാമത് മദ്യപന്മാരോടാണ് ആഹ്വാനം ചെയ്യുന്നത്. നിങ്ങൾ ഉപവസിക്കണം, നിങ്ങൾ വിലപിക്കണം, നിങ്ങൾ കരയണം. സ്തോത്രം. 3-ാമത് പ്രവാചകൻ ഗൗരവമായി പറയുന്നത്
ആലയത്തിലെ പുരോഹിതന്മാരോടാണ് പറയുന്നത്. 9-ാം വാക്യത്തിൽ അത് വളരെ വ്യക്തമായി പറയുന്നു. പുരോഹിതന്മാർ ദുഃഖിക്കുകയാണ്. സ്തോത്രം. ഇനി അടുത്തത് 4-മതായി പറയുന്നത് കൃഷിക്കാരോടാണ് പറയുന്നത്. സ്തോത്രം. കൃഷിക്കാരോടാണ് പറയുന്നത്. 11-ാം വാക്യത്തിൽ അത് കാണാൻ കഴിയുന്നുണ്ട്. കൃഷിക്കാരെ ലജ്ജിപ്പീൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. സ്തോത്രം. ആ പുരോഹിതന്മാരോട് പറയുന്നത് തന്നെ 13-ാം വാക്യത്തിൽ അത് വീണ്ടും ആവർത്തിക്കുന്നുണ്ട്. പുരോഹിതന്മാരെ രട്ടുടുത്ത് വിലപിപ്പീ. സ്തോത്രം. അപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്. അതുകൂടാതെ പുരോഹിതന്മാരല്ലാതെ ആലയത്തിലെ ശുശ്രൂഷിക്കുന്ന മറ്റൊരു കാറ്റഗറിയാണ് ശുശ്രൂഷകന്മാർ. 13-ാം വാക്യത്തിൽ കാണുന്നുണ്ട്. അവരോട് പറയുന്നു, നിങ്ങൾ മുറയിടുവീൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. ഒന്ന്, ദേശത്തിലെ മൂപ്പന്മാർ. 2, മദ്യപന്മാർ. 3, പുരോഹിതന്മാർ. 4, കൃഷിക്കാർ. 5, ശുശ്രൂഷക്കാർ. ഈ 5 കൂട്ടരോടും യഹോവയുടെ അരുളപ്പാട് യോവേൽ കൈമാറുന്നു. എന്താണ് അരുളപ്പാട്? 14-ാം വാക്യം. ഒരു ഉപവാസ ദിവസം നിയമിപ്പീൻ, സഭായോഗം വിളിപ്പീൻ, സകല ദേശനിവാസികളെയും യഹോവയുടെ ആലയത്തിൽ കൂട്ടിവരുത്തുവീൻ, യഹോവയോട് നിലവിളിപ്പീൻ. ഇതാണ് സന്ദേശം. 5 കാറ്റഗറിയിലുള്ള ഈ ഗ്രൂപ്പിനോട് സന്ദേശം യോവേൽ കൈമാറുന്നു. 2025 നിങ്ങൾ കയറുമ്പം നിങ്ങൾ ആരും വിചാരിക്കണ്ട 2025 24-നേക്കാൾ മനോഹരമായിരിക്കുമെന്ന്. അത് വെറും തെറ്റിദ്ധാരണയാണ്. യിരെമ്യാവിന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, ഓരോ ആണ്ടിൽ നിങ്ങൾ ഓരോ വർത്തമാനം കേൾക്കുമ്പോൾ ജാതികളെ പോലെ നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ഒരാണ്ടിൽ നമ്മൾ കേട്ട വർത്തമാനം എന്തായിരുന്നു? ചിക്കൻഗുനിയായിരുന്നു. അടുത്ത ആണ്ടിൽ നമ്മൾ കേട്ട വർത്തമാനം കോവിഡ് ആയിരുന്നു. വീണ്ടും അടുത്ത ആണ്ടിൽ കേട്ട വർത്തമാനം മങ്കി ഫോക്സ് ആയിരുന്നു. പിന്നൊരു വർഷം കേട്ടത് തക്കാളിപ്പനിയായിരുന്നു. 2025 ഇതിലും മാരകമായത് നിങ്ങൾ കേൾക്കും. നിങ്ങൾ വേണമെങ്കിൽ ഈ പ്രസംഗം പിൻ ചെയ്ത് വെച്ച എവിടെങ്കിലും. 24-നേക്കാൾ വളരെ മോശമായിരിക്കും 25. കർത്താവിന്റെ വരവ് അടുക്കുകയായതുകൊണ്ട് അത് കൺഫേം ആണ്. പ്രപഞ്ച ലക്ഷണങ്ങളും യഹൂദ്യ ലക്ഷണങ്ങളും പ്രവചന സംഭവങ്ങളും കാലഗതികളും കർത്താവിന്റെ വരവിങ്കിലേക്ക് അടുക്കുന്നു എന്നതിന്റെ അടയാളം കാണിക്കുമ്പോൾ 25 പ്രതിസന്ധികൾ തന്നെ ഉണ്ടാകുമെന്നതിൽ തർക്കമില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. 24 ക്രോസ് ചെയ്ത് 25-ലേക്ക് കയറുന്ന നിങ്ങൾ മൂപ്പന്മാരെ പോലെ, മദ്യപന്മാരെ പോലെ, പുരോഹിതന്മാരെ പോലെ, കൃഷിക്കാരെ പോലെ, ശുശ്രൂഷക്കാരെ പോലെ നിങ്ങൾ ഉപവസിച്ചും പ്രാർത്ഥിച്ചും വിലപിച്ചും കൊണ്ടാണ് നിങ്ങൾ 25-ലേക്ക് ക്രോസ് ചെയ്ത് കയറുന്നതെങ്കിൽ 24-ലെ ചില ന്യായവിധികൾ 25-ൽ ദൈവം നിങ്ങൾക്ക് അനുഗ്രഹമാക്കി തീർക്കും. 24-ലെ ചില ന്യായവിധിയുടെ കരങ്ങൾ ദൈവം പിൻവലിച്ച് 25-നെ ദൈവം നിങ്ങൾക്ക് അനുഗ്രഹത്തിന്റെ കാലഘട്ടമാക്കി തീർക്കും. സ്തോത്രം. ഇവിടെ എന്താണ് ദൈവം അയച്ച ന്യായവിധി? ദൈവം അയച്ച ന്യായവിധി എന്താണ്? 2-ാം അധ്യായം നമ്മൾ 25-ാം വാക്യം വായിച്ചു തുടങ്ങിയപ്പോൾ തന്നെ അവിടെ ദൈവം പറയുന്നത്, ഞാൻ നിങ്ങളുടെ ഇടയിൽ അയച്ചിരിക്കുന്ന എന്റെ മഹാസൈന്യമായ
നോക്ക്, അപ്പൊ തന്നെ അറിയാം ഇത് പിശാച് കൊണ്ടുവന്നല്ല, ഇത് ദൈവത്തിന്റെ മഹാസൈന്യമാണ്. ദൈവം പറയുന്നു, ഞാനാണ് ഇതിനെ നിങ്ങളുടെ ഇടയിൽ അയച്ചിരിക്കുന്നത്. സ്തോത്രം. എന്താണ് ആ സൈന്യത്തിന്റെ പേര്? തുള്ളൻ, പച്ചപ്പുഴു, വിട്ടിൽ, വെട്ടുക്കിളി. സ്തോത്രം. ഇത് തന്നെയല്ലേ ദൈവം മിസ്രൈമിലും തന്റെ ജനത്തെ വിടുവിക്കേണ്ടതിന് വേണ്ടി ദൈവം ഉപയോഗിച്ച ചിലതിൽ ഒന്ന് ഈ വെട്ടുക്കിളിയല്ലായിരുന്നോ ഇസ്രായേൽ ഉപയോഗിച്ചത്? സ്തോത്രം. അപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്. സ്തോത്രം. ദൈവം തന്റെ പ്ലാനുകൾ നടപ്പിലാക്കാൻ കരാങ്കുലികൾ ഉപയോഗിച്ച ദൈവത്തിന്റെ സൈന്യമാണ് വെട്ടുക്കിളിയും തുള്ളനും പച്ചപ്പുഴും വിട്ടിലും. ഇത് നാലും കൂടെ അങ്ങോട്ട് ദേശത്തിൽ ഇറങ്ങി. സ്തോത്രം. ഈ വെട്ടുക്കിളിയും തുള്ളനും പച്ചപ്പുഴും വീട്ടിലും കൂടെ അങ്ങോട്ട് ദേശത്തിലോട്ട് ഇറങ്ങി. ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ദൈവത്തിന് ഒരു വെട്ടുക്കിളി മതിയെന്ന്, ഒരു പച്ചപ്പുഴുവും വിട്ടിലും തുള്ളനും മതി ദൈവം ആഗ്രഹിക്കുന്ന ലെവലിലേക്ക് നമ്മെ താഴ്ത്തിക്കൊണ്ടുവരാൻ. സ്തോത്രം. ഇവിടെ ഒന്നല്ല, ഇവിടെ അസംഖ്യമായ വെട്ടുക്കിളികളും തുള്ളനും പച്ചപ്പുഴുവും വിട്ടിലുമാണ്. സ്തോത്രം. ദൈവം ഈ ജനത്തെ ന്യായം വിധിക്കാൻ ഇറക്കിയത്. അപ്പോൾ എന്താ സംഭവിച്ചത്? ഈ ദൈവത്തിന്റെ സൈന്യം, ഈ നാല് ദൈവത്തിന്റെ സൈന്യം ഇറങ്ങിയപ്പോൾ എന്താ സംഭവിച്ചത്? 1-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ കാണാൻ കഴിയുന്നു എന്താണ് സംഭവിച്ചത്. സ്തോത്രം. സ്തോത്രം. 7-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, മുന്തിരിവള്ളികളെ ശൂന്യമാക്കി കളഞ്ഞു. ഇപ്പം അവർക്ക് കുടിക്കാൻ മുന്തിരിച്ചാറില്ലാത്ത രീതിയിൽ മുന്തിരിവള്ളിയെ ഇത് ശൂന്യമാക്കി. ആരിറങ്ങിയപ്പോഴ? ഈ നാല് സൈന്യം ഇറങ്ങിയപ്പോ മുന്തിരിവള്ളി ശൂന്യമായി. അതുകൊണ്ടാണ് പുതുവീഞ്ഞ് മദ്യപന്മാരുടെ വായിക്ക് അറ്റുപോയിരിക്കാൻ മുറയിടാൻ പറയും. കുടിക്കാൻ വീഞ്ഞില്ല, മുന്തിരിവള്ളി ശൂന്യമായി പോയി. സ്തോത്രം. ഇനി അത് മാത്രമല്ല, ശൂന്യമാക്കപ്പെട്ടു പോയത് 9-ാം വാക്യത്തിൽ ആലയം ശൂന്യമായിരിക്കുന്നു. എന്താ? ആലയത്തിൽ ഇപ്പോൾ ഭോജനയാഗമില്ല, പാനീയയാഗമില്ല, എല്ലാം ആലയത്തിൽ നിന്ന് അറ്റുപോയി. സ്തോത്രം. 13-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, ഭോജനയാഗവും പാനീയയാഗവും നിങ്ങളുടെ ദൈവത്തിന്റെ ആലയത്തിൽ മുടങ്ങിപ്പോയിരിക്കുന്നുണ്ട്. അപ്പൊ ആലയം ശൂന്യമാക്കപ്പെടും. ആരാധനയില്ല, ആലയത്തിൽ യാഗമില്ല. ഇനി 10-ാം വാക്യത്തിൽ വയൽ ശൂന്യമാക്കപ്പെട്ടു. സാമ്പത്തിക ഘടന അവരുടെ തകർന്നു. വയൽ കൃഷിയാണ് ഇവരുടെ സാമ്പത്തിക ഘടനയുടെ പ്രധാന വിഷയം. വയൽ ശൂന്യമായി. സ്തോത്രം. കൂടാതെ 4-മത് വീണ്ടും നമുക്ക് വായിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം, പാണ്ഡികശാലകൾ ശൂന്യമായി. 17-ാം വാക്യം, പാണ്ഡികശാലകൾ ശൂന്യമായി എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റ് ഇല്ല എടുത്ത് ചെലവാക്കാൻ. ഡിപ്പോസിറ്റ് എല്ലാം ശൂന്യമായി. സ്തോത്രം. 5 നീർത്തോടുകൾ ശൂന്യമായി. 20-ാം വാക്യം, വെള്ളമില്ല, ജലാംശമില്ല. 6-മത് നമുക്ക് ഒന്നുകൂടെ വേണമെങ്കിൽ ചിന്തിക്കാം. അത് മറ്റൊന്നുമല്ല, അവരുടെ ആനന്ദം ശൂന്യമാക്കപ്പെട്ടു, സന്തോഷം. 12-ാം വാക്യം അത് വ്യക്തമാക്കുന്നു, അവസാന വാക്യത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. കൂടാതെ 12-ാം വാക്യമല്ലാതെ വീണ്ടും താഴേക്ക് വരുമ്പോൾ 16-ാം വാക്യത്തിലും പറയുന്നു, അവരുടെ സന്തോഷവും ഉല്ലാസവും എല്ലാം ആറ്റുപോയത്.
ചുരുക്കം പറഞ്ഞാൽ ദൈവത്തിന്റെ സൈന്യമായ വെട്ടുക്കിളിയും തുള്ളനും പച്ചപ്പുഴും വിട്ടിലും ദേശത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ശൂന്യതയുടെ ഒരു വലിയ താണ്ഡവം. എന്താ ശൂന്യത? സ്തോത്രം. വീഞ്ഞില്ലാതെ പോയി, മുന്തിരിവള്ളി ശൂന്യമായി, ആലയത്തിലെ ആരാധന നിന്നു, ശൂന്യമായി, വയലുകൾ ശൂന്യമായി, സാമ്പത്തിക ഘടനകൾ പൊളിഞ്ഞു, നീക്കി ബാക്കിയായി അടുത്ത കാലത്ത് ഉപയോഗിക്കാൻ ഇട്ടിരുന്ന പാണ്ഡികശാലകൾ ശൂന്യമായി. സ്തോത്രം. നീർത്തോടുകൾ ശൂന്യമായി, സന്തോഷവും ആനന്ദവും ശൂന്യമാക്കപ്പെട്ടു. ചുരുക്കം പറഞ്ഞാൽ ഒരു ശൂന്യതയുടെ വല്ലാത്ത അനുഭവം വിവിധ മേഖലകളിൽ, ഈ 6 തലങ്ങളിൽ വലിയ ശൂന്യത വെളിപ്പെടുകയാണ്. ദൈവത്തിന്റെ ഈ 4 സൈന്യം ഇറങ്ങി ഇത്രയും ശൂന്യത വരുത്തിയപ്പോഴാണ് പ്രവാചകൻ യോവേൽ അരുളപ്പാട് കൈമാറുന്നു. ശൂന്യത മുന്നോട്ട് പോകാതിരിക്കണമെങ്കിൽ മൂപ്പന്മാരും മദ്യപന്മാരും കൃഷിക്കാരും പുരോഹിതന്മാരും ഒരുമിച്ചു കൂടി വന്ന് ഉപവാസവും പ്രാർത്ഥനയും വിലാപവും കഴിക്കണം. അല്ലെങ്കിൽ ഈ ശൂന്യത മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ഇനി ഇതിന്റെ കാഠിന്യം ഞാൻ ഒന്ന് വായിപ്പിക്കാം. ഇതിന്റെ കാഠിന്യം, ഈ 4 സൈന്യം ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഉള്ള ഗതി. സ്തോത്രം. 2-ാം അധ്യായത്തിലേക്ക് വന്ന് 3-ാം വാക്യം ശ്രദ്ധിച്ചാൽ അവിടെ ഒരു പ്രയോഗമുണ്ട്. അവരുടെ മുമ്പിൽ ദേശം ഏതേൻ തോട്ടം പോലെയായിരുന്നു, അവരുടെ പിറകിലോ ശൂന്യമായ മരുഭൂമി. അവരുടെ കയ്യിൽ നിന്ന് യാതൊന്നും ഒഴിഞ്ഞു പോകയില്ല. എന്താ അതിന്റെ അർത്ഥം? ഏതേൻ തോട്ടം പോലെ ഒന്നിനും കുറവില്ലാതെ കിടന്ന ദേശമായിരുന്നു. പക്ഷെ ഈ തുള്ളനും പച്ചപ്പുഴും വിട്ടിലും വെട്ടുക്കിളിയും കൂടെ പറന്നിറങ്ങിക്കഴിഞ്ഞപ്പം ദേശം എങ്ങനായി? മരുഭൂമി പോലെയായി. ഇന്ന് പരിശുദ്ധാത്മാവ് ചിലരോട് പറയുന്നു, ഏതേൻ തോട്ടം പോലെ ഒന്നിനും കുറവില്ലാതെ കിടന്ന നിന്റെ ജീവിതത്തെ ശൂന്യതയുടെ ഒരു തലമാക്കി തീർക്കാൻ, പറന്നിറങ്ങി വരുന്ന ചില യുദ്ധങ്ങളെ ഇന്ന് രാത്രിയിൽ, ഇന്ന് പ്രഭാതത്തിൽ ക്യാൻസൽ ചെയ്യാൻ ഒറ്റ മാർഗമേ ഉള്ളൂ. ഉപവസിക്കാൻ, വിലപിക്കാൻ, പ്രാർത്ഥിപ്പാൻ ജനം ഒരുമിച്ച് തയ്യാറാകട്ടെ. 2025 നമ്മുടെ പണി പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മുടെ പണി എന്താ? ഉപവാസം, പ്രാർത്ഥന, വിലാപം. ഇനി അപ്പോൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ, ഈ മദ്യപന്മാരും പുരോഹിതന്മാരും കൃഷിക്കാരും മൂപ്പന്മാരും എല്ലാം കൂടെ ഉപവാസം അരുളപ്പാട് പറഞ്ഞല്ലോ. ആര്? യോവേല്. അപ്പം ഉപവസിക്കാൻ വേണ്ടി ഇവർ തീരുമാനിച്ചു. കാരണം അല്ലെങ്കിൽ ദേശം എന്തായിക്കൊണ്ടിരിക്കുക? മരുഭൂമി ആയി പോയിക്കൊണ്ടിരിക്കുക. ഏതേൻ തോട്ടം പോലെ ചോര നീരാക്കി അവർ പണിതെടുത്ത ദേശം ഇപ്പോൾ മരുഭൂമി പോലെ ആയിരിക്കുക. അതുകൊണ്ട് പ്രവചന ശബ്ദത്തിന് ചെവി കൊടുത്തു. ഈ ഗ്രൂപ്പ് എല്ലാം കൂടെ ഒരുമിച്ച് കൂടി ഉപവസിക്കാൻ വേണ്ടി കൂടിയപ്പം താണ്ട വീണ്ടും അരുളപ്പാട് അടുത്തത്. സ്തോത്രം. എന്താ അടുത്ത അരുളപ്പാടെന്നറിയാമോ? സ്തോത്രം. അടുത്ത അരുളപ്പാട്, ഞാൻ പറയുന്ന പോലൊക്കെ നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെയും ഉപവാസത്തോടെയും കരച്ചിലൂടെയും വിലാപത്തോടെയൊക്കെ നിങ്ങൾ എങ്കിലേക്ക് തിരിയുമെന്ന് എനിക്കറിയാം. തിരിയണം. പക്ഷേ ഞാൻ നിങ്ങളുടെ കരച്ചിലും ഞാൻ നിങ്ങളുടെ വിലാപവും ഞാൻ നിങ്ങളുടെ ഉപവാസവും ഒക്കെ ഒത്തിരി കണ്ടിട്ടുള്ള ആളാ. അതുകൊണ്ട് ദൈവം പറയാണ്, ഇനി എനിക്ക് ആ പഴയ സ്റ്റൈലിലുള്ള ഉപവാസം വേണ്ട. അയ്യോ, 24-ലെ ആ സ്റ്റൈലിലുള്ള
ആ വിലാപവും കരച്ചിലും എനിക്ക് നീ വേണ്ട. പിന്നെ അതുകൊണ്ട് ദൈവം ഒരു ഡിമാൻഡ് വെക്കുക. എന്താ ഡിമാൻഡ്? 2-ാം അധ്യായം 13-ാം വാക്യം, വസ്ത്രങ്ങളെയല്ല ഹൃദയങ്ങളെ തന്നെ കീറി നിങ്ങളുടെ ദൈവമായ യഹോവയുടെ അടുക്കിലേക്ക് തിരിയണം. അവൻ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയമുള്ളവനല്ലോ. അവൻ അനർത്ഥത്തെ കുറിച്ച് അനുതപിക്കും. കോസുകാരോട് ഞാൻ പറയാം, ദൈവം പറഞ്ഞു നിങ്ങളുടെ കരച്ചിലും നിങ്ങളുടെ ഉപവാസവും നിങ്ങളുടെ വിലാപവും ഒക്കെ ഞാൻ കുറെ കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്കതൊന്നും വേണ്ട. 25 നിങ്ങൾ ഉപവസിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ വിലപിക്കുന്നുണ്ടെങ്കിൽ വസ്ത്രങ്ങളെ അല്ല. കാരണം ഈ ഇസ്രായേലിൽ ഇവർക്ക് ഒരു സ്റ്റൈൽ ഉള്ളതാ. ഒന്ന് പറഞ്ഞ രണ്ടാമത്തിന് വസ്ത്രം കീറും. ശൗൽ രാജാവും പീലാത്തോസും കയ്യാവും കന്നഭാവും ഒക്കെ കീറിയിട്ടുണ്ട്. കാരണം ഇവർക്ക് ഒന്ന് പറഞ്ഞ രണ്ടാമത്തിന് വസ്ത്രം കീറുന്ന ഒരു പരിപാടിയുണ്ട്. ദൈവം പറഞ്ഞു ആ വസ്ത്രം കീറുന്ന ആ സ്റ്റൈൽ ഫാസ്റ്റിംഗ് ഒക്കെ നിർത്താൻ, വസ്ത്രം കീറിക്കൊണ്ടുള്ള ആ പ്രകടനത്തിന്റെ ഉപവാസം നിർത്തിയിട്ട് പിന്നെ ഹൃദയങ്ങൾ കീറണം. ഹൃദയത്തിൽ പരിച്ഛേദന വരുന്ന രീതിയിൽ നിങ്ങൾ എങ്കലേക്ക് തിരിയണം. എന്നാൽ ഞാൻ നിങ്ങളുടെ മേൽ കൃപയും കരുണയും ദീർഘക്ഷമയും അയച്ച് അനർത്ഥത്തെ കുറിച്ച് ഞാൻ അനുതപിക്കും. സ്തോത്രം. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞാന് എന്റെ വാക്കിന് കുത്തിടുക. സ്തോത്രം. ദൈവം പറയുകയാണ്, ഞാന് കൃപയും കരുണയും ദീർഘക്ഷമയും നിങ്ങളുടെ മേൽ പകരണമെങ്കിൽ വസ്ത്രം കീറിയുള്ള ആരാധനയും ഉപവാസവും കരച്ചിലും എനിക്ക് വേണ്ട. പിന്നെ ഹൃദയം കീറിയുള്ള ആരാധന, ഹൃദയം കീറിയുള്ള ഉപവാസം, ഹൃദയം കീറിയുള്ള വിലാപമാണ് എനിക്ക് ആവശ്യം. അങ്ങനെ നിങ്ങൾ ചെയ്താൽ, എങ്ങനെ? ഹൃദയം കീറിയുള്ള ഉപവാസവും ഹൃദയം കീറിയുള്ള വിലാപവും ഹൃദയം കീറിയുള്ള പ്രാർത്ഥനയും നിങ്ങൾ ചെയ്താൽ എന്താ സംഭവിക്കുന്നതെന്നറിയാമോ? ചെയ്താൽ ഞാൻ 5 രീതിയിൽ നിങ്ങളെ സന്ദർശിക്കും. ഞാൻ 5 രീതിയിൽ നിങ്ങളെ എന്ത് ചെയ്യും? സന്ദർശിക്കും. അത് പറഞ്ഞ് ഞാൻ അങ്ങ് അവസാനിപ്പിക്കാം. മൂപ്പന്മാരും കൃഷിക്കാരും പുരോഹിതന്മാരും മദ്യപന്മാരും ഒക്കെ ആയുള്ളവയെ നിങ്ങൾ കൂടി വന്ന് നിങ്ങളുടെ വസ്ത്രങ്ങൾ കീറുന്ന ഫാഷൻ ആരാധന മാറ്റിവെച്ചിട്ട് ഹൃദയങ്ങൾ കീറി ഉപവസിക്കാൻ, ഹൃദയങ്ങൾ കീറി വിലപിക്കാൻ, നിലവിളിക്കാൻ 2025 നിങ്ങൾ തയ്യാറായാൽ നിങ്ങളോട് പരിശുദ്ധാത്മാവ് പറയുന്നു, 5 രീതികളിൽ ഞാൻ നിങ്ങളെ വിസിറ്റ് ചെയ്യാൻ പോകുകയാണ്. 5 രീതികളിൽ ഞാൻ നിങ്ങളെ സന്ദർശിക്കാൻ പോകുകയാണ് 2025. ഏതാണ് 5 രീതി? ഒന്നാമത്തേത്, സ്തോത്രം, ദൈവം പറയുന്നു, ഞാൻ പകരം തരുന്ന ദൈവമായി നിന്നെ സന്ദർശിക്കും. 25-ാം വാക്യം അവസാനിക്കുമ്പോൾ, ഞാൻ നിങ്ങൾക്ക് പകരം തരും. ദൈവത്തിന്റെ ഒന്നാമത്തെ സന്ദർശനം, പകരം തരുന്ന ദൈവമായി അവൻ നിങ്ങളെ സന്ദർശിക്കും. 2, തൃപ്തിപ്പെടുത്തുന്ന ദൈവമായി അവൻ നിങ്ങളെ സന്ദർശിക്കും. 26-ാം വാക്യം. 3, അത്ഭുതം ചെയ്യുന്ന ദൈവമായി അവൻ നിങ്ങളെ സന്ദർശിക്കും. 4, 26-ാം വാക്യം അവസാനിക്കുമ്പോൾ പറയുന്നു, ലജ്ജിപ്പിക്കാത്ത ദൈവമായി അവൻ നിങ്ങളെ സന്ദർശിക്കും. 5, 27-ാം വാക്യം പറയുന്നു, നടുവിൽ നിൽക്കുന്ന ദൈവമായി അവൻ നിങ്ങളെ സന്ദർശിക്കും.
എത്ര പേര് ആമേൻ പറയാൻ തയ്യാറാകുന്നു? 2025 ഈ 5 രീതിയിലുള്ള ദൈവിക പ്രത്യക്ഷതകൾ, ദൈവിക സന്ദർശനം, ഗാഡ് വിസിറ്റ് നിങ്ങളുടെ കൂടാരങ്ങളിൽ വെളിപ്പെടാൻ പോകുകയാണ്. ഒന്ന്, അവൻ പകരം തരുന്ന ദൈവമായി. 2, തൃപ്തിപ്പെടുത്തുന്ന ദൈവമായി. 3, ലജ്ജിപ്പിക്കാത്ത ദൈവമായി. 4, അത്ഭുതം ചെയ്യുന്ന ദൈവമായി. 5, നടുവിൽ നിൽക്കുന്ന ദൈവമായി. അവൻ നിങ്ങളുടെ നടുവിൽ അവന്റെ സന്ദർശനം, വിസിറ്റേഷൻ അവൻ ചെയ്യാൻ പോകുകയാണ്. പ്രൈസ് ഗാഡ്, പ്രൈസ് ഗാഡ്. ആദ്യത്തേത് മാത്രം ഒന്ന് ചൂണ്ടിക്കാണിച്ചിട്ട് ഞാൻ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. സ്തോത്രം. ഇനി അത് മാത്രമല്ല, ദൈവം പറയാണ്, ദേ നിങ്ങൾ ഹൃദയത്തെ കീറി വിലപിച്ചാൽ, ഉപവസിച്ചാൽ, കരഞ്ഞാൽ, നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞാൽ, ഞാൻ നിങ്ങൾക്ക് ഈ 5 തരത്തിലുള്ള വിസിറ്റേഷൻ തരും, കൺഫേം. പക്ഷേ അത് കൂടാതെ നിങ്ങൾക്കൊരു ബോണസും കൂടെ തരാം. എന്താണ് ആ ബോണസ് എന്നറിയാമോ? അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും. നീ ഇന്നുവരെ കാണാത്തൊരു ആത്മപകർച്ച 2025 ജാതി മത വർഗ വ്യത്യാസമില്ലാതെ സകലരുടെ മേലും, രക്ഷിക്കപ്പെട്ട സകലരുടെ മേലും ആത്മപകർച്ച വെളിപ്പെടാൻ പോകുന്നു. ചിലർ രക്ഷിക്കപ്പെടുവാൻ വേണ്ടിയും പരിശുദ്ധാത്മാവിന്റെ പകർച്ച വെളിപ്പെടാൻ പോകുന്നു. എത്ര പേര് ആമേൻ പറഞ്ഞത് എനിക്കറിയത്തില്ല. 2025 പേമാരി വന്നാലും, കൊടുങ്കാറ്റ് വന്നാലും, സുനാമി വന്നാലും, കടലിളകിയാലും, കരയിളകിയാലും, കേട്ടുകേൾവിയില്ലാത്ത ദുരന്തങ്ങൾ വേട്ടയാടിയാലും, ദൈവജനത്തിന്റെ നടുവിൽ തടയാൻ കഴിയാത്ത, പിടിച്ചൊതുക്കാൻ കഴിയാത്ത ഹെവി, അത് വലിയ ആത്മപകർച്ചകൾ വെളിപ്പെടാൻ പോകുകയാണ്. ലോകരാജ്യ വ്യാപകമായി ഒരാൾക്കും ഒതുക്കി വെക്കാൻ കഴിയാത്ത ഹെവി റെയിൻ പോലെ ഭയങ്കര ആത്മാവിന്റെ പകർച്ച, ആത്മാവിന്റെ മഴ പെയ്യാൻ പോവുകയാണ്. സ്തോത്രം. അതുകൊണ്ട് തന്നെയാണ് ഈ ഭാഗം എടുത്ത് അപ്പോസ്തലപ്രവൃത്തി 2 സ്തോത്രം 3000 പേരുടെ സ്നാനത്തിലേക്ക് കൊണ്ടുവന്ന പെന്തക്കോസ് ദിവസം ഇത് വീഞ്ഞു കുടിച്ചിട്ട് എന്തോ അരുതാത്തതൊക്കെ പറയുന്നതാന്ന് പറഞ്ഞ് അന്യഭാഷയെ കളിയാക്കിയവരുടെ നടുവിൽ പീറ്റർ എഴുന്നേറ്റ് നിന്നിട്ട് പറയുന്ന യോവേൽ പ്രവചനത്തിലെ വാക്യം ഉദ്ധരണിയായി എടുത്തുകൊണ്ട് പറയുന്നു, ഇത് വീഞ്ഞു കുടിച്ചു മത്തരായതല്ല, പിന്നെ ഇത് യോവേൽ പ്രവാചകൻ പറഞ്ഞ പ്രവചനത്തിന്റെ നിവർത്തിയുടെ ആരംഭമാണ്. സ്തോത്രം. അതുകൊണ്ടാണ് യോവേലിനെ പെന്തക്കോസ്തു പ്രവാചകൻ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഇന്ന് ചിലരോട് പരിശുദ്ധാത്മാവ് ആധികാരികമായി പറയുന്നു, സ്തോത്രം, ദൈവം ഈ 5 പ്രത്യക്ഷതകൾ 25 നിങ്ങൾക്ക് ചെയ്യും. അത് കൂടാതെ നിങ്ങൾക്ക് തരുന്ന ഓഫറാണ് സകല ജഡത്തിന്മേലുമുള്ള ആത്മപകർച്ച. നിങ്ങൾ ഈ 1, 2 അധ്യായം വായിച്ചാൽ അവിടെ എല്ലാം എഴുതിയിരിക്കുന്ന ഐ വിൽ ഡു, ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് ഐ വിൽ, ഞാൻ ചെയ്യും, ഞാൻ ചെയ്യും, ഞാൻ ചെയ്യും എന്നാണ്. എന്ത് ചെയ്യും? ഞാൻ ചെയ്യുമെന്ന്, പകരം നിനക്ക് വേണ്ടി ചെയ്യും. അത് എന്തു ചെയ്യുമെന്ന്? തൃപ്തിപ്പെടുത്തുന്നത് ഞാൻ നിനക്ക് വേണ്ടി ചെയ്യും. അത്ഭുതം നിനക്ക് വേണ്ടി ചെയ്യും. ലജ്ജിപ്പിക്കാതിരിക്കാൻ നിനക്ക് വേണ്ടി ചിലത് ചെയ്യും. നടുവിൽ നിന്നുകൊണ്ട് ചിലത് ചെയ്യും. ലോകത്തിൽ ആർക്കും തടയാൻ കഴിയാത്ത ആത്മപകർച്ച ഞാൻ ചെയ്യും. ഐ വിൽ ഡു. അതിൽ പരിശുദ്ധാത്മാവ് പറയുന്ന ഒന്നാമത്തെ കാര്യം മാത്രം പറയാണ്. ബാക്കി 5 കാര്യങ്ങളിൽ 4 കാര്യങ്ങളും നിങ്ങളുടെ ഹോംവർക്കിന് വിടുകയാണ്. ഒന്ന്, പകരം തരുന്ന ദൈവം. എന്താണ് ഇവിടെ പറയുന്നത്? 25-ാം വാക്യത്തിൽ സ്തോത്രം,
വെട്ടുക്കിളിയും തുള്ളനും പച്ചപ്പുഴുവും വിട്ടിലും തിന്നുകളഞ്ഞ സംവത്സരങ്ങൾക്കു വേണ്ടി ഞാൻ പകരം നൽകും. ഒരു വർഷത്തിനുള്ള പകരമൊന്നല്ല, സംവത്സരങ്ങൾ, ബഹുവചനം. ദൈവാത്മാവ് പറയുന്നു, നിനക്ക് നഷ്ടപ്പെട്ടു പോയ വർഷങ്ങൾക്കുള്ള പകരം 2025 ദൈവം തരാൻ പോകുകയാണ്. നമ്മുടെ ദൈവം ആരാന്ന് നോക്കി. എന്റെ അർത്ഥം മനസ്സിലായില്ലേ? പ്രകൃതിദത്തമായ ഒരാളുടെയും പ്രായം കുറയ്ക്കാൻ പറ്റില്ല. പ്രായം കൂടിക്കൊണ്ടേയിരിക്കും. പക്ഷേ ദൈവം പറയാണ്, ഞാൻ നിന്റെ പ്രായത്തെ പുറകിലേക്ക് കൊണ്ടുവരും. എന്താ അർത്ഥം? നിനക്ക് നഷ്ടപ്പെട്ടു പോയ ആ പ്രായമുണ്ടല്ലോ, നിനക്ക് നഷ്ടപ്പെട്ടു പോയ ആ വർഷമുണ്ടല്ലോ, ഞാൻ അത് എന്തൊക്കെയാണോ നിനക്ക് നഷ്ടപ്പെട്ടത് അതിനുള്ള പകരം ഞാൻ നിനക്ക് 25 നൽകി തരാൻ പോകുകയാണ്. സ്തോത്രം. ഇതൊരു അരുളപ്പാടായി എത്ര പേർ ഏറ്റെടുക്കാൻ തയ്യാറാകുന്നുണ്ട്? സ്തോത്രം. നോക്കുക, കൂടാതെ നമ്മുടെ ദൈവം പകരം ചെയ്യുന്ന ദൈവമല്ലേ? അതെ. എന്താ? 1 രാജാക്കന്മാർ 19 അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്, ഏലിയാവിന് പകരം ഏലിശ. കരുത്തനായൊരു പ്രവാചകൻ നഷ്ടപ്പെടുകയാണ്. ആത്മീയ ശൃംഖലും രഥങ്ങളും ആയി ദൈവം അവനെ എടുക്കുമ്പോൾ ദൈവം പറയുന്നു, അയ്യോ ജനമേ, നിങ്ങൾ പേടിക്കണ്ട. ഏലിയാവ് പോകുന്നെങ്കിൽ, അവന്റെ മിനിസ്ട്രി പൂർത്തീകരിക്കുന്നെങ്കിൽ, അല്ല, അവൻ ഇനിയും മിനിസ്ട്രി കിടപ്പുണ്ട് ഭാവിയിൽ, എന്നാൽ പോലും താൽക്കാലികമായി അവൻ വിട പറയുന്നെങ്കിൽ അവന് പകരക്കാരനെ നൽകിയിട്ടാണ് ഞാൻ കൊണ്ടുപോകുന്നത്. ആത്മാവിനോട് പറയുന്നു, 2022, 23, 24 ഒക്കെ പകരം വെക്കാൻ പറ്റാത്ത ഒത്തിരി ദൈവദാസന്മാർ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. എന്നാൽ 25 നോക്കി പരിശുദ്ധാത്മാവ് പറയുന്നു, ആ നഷ്ടപ്പെട്ട അഭിഷിക്തന്മാർക്ക് പകരമായി 1000കണക്കിന് അഭിഷിക്തന്മാരെ 25 ദൈവം എഴുന്നേൽപ്പിക്കാൻ വേണ്ടി പോകുകയാണ്. പകരം നൽകാൻ പോകുകയാണ്. അതേ, ശിശുക്കളുടെയും മുല കുടിക്കുന്നവരുടെയും വായിൽ ബലവും അതേ അഭിഷേകവും കൽപ്പിച്ചുകൊണ്ട ദൈവം ഇന്നലകളിൽ നഷ്ടപ്പെട്ടവർക്ക് പകരം ദൈവം ചിലതിനെ എഴുന്നേൽപ്പിക്കുന്ന വർഷമാണ് 25 പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ നിങ്ങളെ നോക്കി പ്രവചിക്കുന്നു. സ്തോത്രം. ഉൽപ്പത്തി പുസ്തകത്തിൽ വീണ്ടും പറയുന്നുണ്ട്, സ്തോത്രം, കയീൻ കൊന്ന ഹാബേലിന് പകരം ഷേത്ത്, അവന്റെ മകൻ ഏനോഷിന്റെ കാലത്ത് യഹോവയുടെ നാമത്തിൽ ആരാധന തുടങ്ങി. ദൈവാത്മാവ് പറയുന്നു, ആരാധന നിൽക്കുമെന്നോർത്താണ് കയീൻ അവനെ കൊന്നത്, ഹാബേലിനെ. പക്ഷേ ഹാബേലിനെ നിനക്ക് കൊന്നൊടുക്കാൻ കഴിഞ്ഞുള്ളൂ കയീനെ. അവനിൽ തുടങ്ങി വെച്ച് ആരാധന ഒതുക്കാൻ നിനക്ക് കഴിയത്തില്ല. കാരണം പ്രസംഗം ജനത്തിനും ആരാധന ദൈവത്തിനുമാണ്. ഇന്ന് രാത്രിയിൽ മനസ്സിലാക്കുന്നവരുണ്ടെങ്കിലും മനസ്സിലാക്ക. ഈ പ്രഭാതത്തിൽ കർത്താവ് പറയുന്നു, പിശാച് നിർത്തലാക്കാൻ ശ്രമിച്ച ആരാധന വീണ്ടും തുടങ്ങാൻ ഹാബേലിന് പകരം ഒരു ഷേത്ത്, അവന്റെ മകൻ ഏനോഷിന്റെ ആത്മാവിനോട് പറയുന്നു, 2024 വരെ UK-യില്, അമേരിക്കയില് പല സ്ഥലങ്ങളിലും പൂട്ടിപ്പോയി ചില സഭകളും ചർച്ചുകളും ബാറുകളായി മാറിയെന്നൊക്കെയുള്ള വാർത്തകൾ ഞാൻ കേട്ടു. പക്ഷെ 25 നോക്കി ഞാൻ പ്രവചിക്കുന്നു, പിശാച് നിർത്തലാക്കിയ ആരാധനകൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ 10 മടങ്ങ് ആരാധനകളെ എഴുന്നേൽപ്പിക്കാൻ, ചർച്ചുകൾ ഓപ്പൺ ചെയ്യാൻ പരിശുദ്ധാത്മാവ് വീണ്ടും ചില ഏനോഷുമാരുടെ കാലത്തെ പകരമായി എഴുന്നേൽപ്പിക്കാൻ പോകുന്നു. അങ്ങനെങ്കിൽ ഇന്ന് രാവിലെ വിശ്വസിക്ക്, നമ്മുടെ ദൈവം പകരം തരുന്ന ദൈവമാണ്. അയ്യോ, നീ ഞെരുങ്ങിയ കാലഘട്ടമുണ്ടെങ്കിൽ നമ്മുടെ ദൈവം തൃപ്തിപ്പെടുത്തുന്ന ദൈവമാണ്. അയ്യോ, നീ അത്ഭുതമെന്ന് കേട്ടിട്ടല്ലേ ഉള്ളൂ, പക്ഷെ 2025 അവൻ അത്ഭുതം നിനക്ക് വേണ്ടി ചെയ്യുന്ന ദൈവമാണ്. നീ അത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പോകുകയാണ്. അയ്യോ, ഞാൻ ഈ വർഷവും ലജ്ജിക്കുമോ എന്ന് ഒരു ചോദ്യത്തിന് ഉള്ളിൽ ഭയമായി കിടപ്പില്ലേ? ഇതാ പരിശുദ്ധാത്മ പറയുന്നു, ഇനി നീ ലജ്ജിക്കത്തില്ല. അതെ, നിന്റെ വിഷയത്തിൽ ആരുണ്ട് പ്രതികരിക്കാൻ? എനിക്ക് വേണ്ടി ചോദിക്കാൻ ആരുണ്ടെന്ന് നീ ചോദിച്ചില്ലേ? ദൈവാത്മ പറയുന്നു, ഞാൻ നിന്റെ നടുവിൽ നിൽക്കാൻ പോകുകയാണ്. കണ്ണുകളെല്ലാം അടയ്ക്കാം, പ്രാർത്ഥിക്കാം ഒരുമിച്ച്. ഇന്ന് പ്രഭാതത്തിൽ പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന നിങ്ങളോട് പരിശുദ്ധാത്മാവ് അവന്റെ അരുളപ്പാട് കൈമാറി കഴിഞ്ഞിരിക്കുന്നു. പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങൾക്ക് നൽകിയ നല്ല തിരുവെഴുത്തുകൾക്കായി സ്തോത്രം. ആ തിരുവെഴുത്തിന്റെ ആധികാരികതകളിൽ നിന്നുകൊണ്ട് ഞങ്ങളോട് അങ്ങ് സംസാരിച്ച ആലോചനകളെയും അരുളപ്പാടുകളെയും ഹൃദയത്തിന്റെ അന്തർഭാഗങ്ങളിൽ കുറിച്ചിടുന്നു. ഈ ജനത്തെ ബ്ലസ് ചെയ്യണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കും. പ്രാർത്ഥന കേട്ടതിന് സ്തോത്രം. കബയിൽ മറയ്ക്കും യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു.